ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 1-2 നോട്ടിഫിക്കേഷൻ ഉൾപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഓരോ നോട്ടിഫിക്കേഷനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയും. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണണ്ട. പിന്നെ നമ്മുടെ കൊച്ചി മെട്രോയുടെ റിസൾട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന ഒരു കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് ജസ്റ്റ് ഏതൊക്കെ നോട്ടിഫിക്കേഷനാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് നമ്മുടെ കേരള ഗവൺമെൻറ്റിന് കീഴിലുള്ള, അതായത് ODEPCയുടെ ഒരു നോട്ടിഫിക്കേഷനാണ്. പിന്നീട് നമ്മൾ പറയുന്നത് ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് റീജിയണൽ ക്യാൻസർ സെൻറ്റർ തിരുവനന്തപുരം, അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ കൊച്ചി വാട്ടർ മെട്രോയുടെ ഒരു റിസൾട്ടുമായി ബന്ധപ്പെട്ടൊരു കാര്യം വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓവർസീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് പ്രൊമോഷൻ കൺസൾട്ടൻറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ കേരള സർക്കാരിന് കീഴിലുള്ള ഒരു ഏജൻസിയാണ്, ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയാണ് ഈ പറയുന്ന ODEPC എന്ന് പറയുന്നത്. അപ്പോൾ ഫോറിൻ കൺട്രീസിലേക്കൊക്കെ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ വെബ്സൈറ്റ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് വളരെ വിശ്വസിച്ച് നമുക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നിശ്ചയമായ രജിസ്ട്രേഷൻ ഫീ ഒക്കെ കൊടുക്കണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിശ്ചിതമായിട്ട് ഇതിൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് നിലവിൽ വന്നിരിക്കുന്നത്, നമുക്ക് ലാസ്റ്റ് ഡേറ്റ്, ക്ലോസിംഗ് ഡേറ്റ് ഏപ്രിൽ 5 വരെയാണ്. ഇതിൽ ലാസ്റ്റ് ഡേറ്റ് വന്നിരിക്കുന്നത് ഏപ്രിൽ 5 ആണ്. അപ്പോൾ അതിൽ വന്നിരിക്കുന്നത് വെച്ചാൽ ജോബ് ഡീറ്റെയിൽസും കാണാൻ പറ്റും. USD അതിൻ്റെ സാലറി ഇവിടെ പറഞ്ഞിട്ട് USD 600 മുതൽ 980 വരെ ആയിരിക്കും. അതുപോലെ ടെക്നിക്കൽ എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ദെൻ 2 വർഷത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ മിനിമം വേണം. ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ITI ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ്. അപ്പോൾ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ITIയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിൽ എക്സ്പീരിയൻസ് വേണം കേട്ടോ. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് ഞാൻ ഇപ്പോൾ ഒന്ന് നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം പൈപ്പ് ഫിറ്റർ ഗ്രേഡ് 1. ഇതിൽ ഓരോ കാറ്റഗറി ആയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് 18 ആളുകളെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്. 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം കേട്ടോ. അപ്പോൾ അവരുടെ സാലറി ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ പൈപ്പ് ഫിറ്റർ ഗ്രേഡ് 2 നിങ്ങൾക്ക് കാണാം 21 വർക്കേഴ്സിനെയാണ് ഇതിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ലൊക്കേഷൻ വരുന്നത് തുർക്കിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തുർക്കി എന്നൊക്കെ പറയാം. അപ്പോൾ ഈ പറയുന്ന തുർക്കിയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കേട്ടോ. പോസ്റ്റിംഗ്, അതായത് ഈ പറയുന്ന രാജ്യത്തേക്കാണ് ഇത് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് ഫോർമാൻ പൈപ്പ് ഫിറ്റർ 2 വർക്കേഴ്സിനാണ്. പിന്നെ അതുപോലെ ഫോർമാൻ പൈപ്പ് വെൽഡിങ്ങിൽ 1 വർക്കേഴ്സിനാണ് എടുക്കുന്നത്. കേബിൾ പുള്ളർ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും 18 വർക്കേഴ്സിന് എടുക്കുന്നുണ്ട്. ഫോർമാൻ കേബിൾ പുള്ളിങ് 3 വർക്കേഴ്സിന് എടുക്കുന്നുണ്ട്. കേബിൾ ടെർമിനേഷൻ ഇലക്ട്രീഷ്യൻ 6 വർക്കേഴ്സിന്, ഇങ്ങനെയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോന്നിനും മിനിമം 5 വർഷം, ചിലതിന് ഇവിടെ കാണാം ഈ കേബിൾ പുള്ളറിന് 2 വർഷത്തെ എക്സ്പീരിയൻസ് മതി. അപ്പോൾ അതിനനുസരിച്ച് സാലറിയും കുറച്ച് കുറയും കേട്ടോ. അപ്പോൾ എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് സാലറി കൂടെ കൂടുന്നുണ്ട്. ഇപ്പോൾ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ 980 USD ആണ് കിട്ടുക നമുക്ക് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അതാണ് ജസ്റ്റ് നിങ്ങൾക്ക് ഈ പറയുന്ന ITI അല്ലെങ്കിൽ ഡിപ്ലോമ ഈ പറയുന്ന ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ട്രേഡിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഈ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കേട്ടോ. നിങ്ങൾക്കിവിടെ ഇതിൻ്റെ ജനറൽ കണ്ടീഷൻ ഉണ്ട്, ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്. നിങ്ങൾക്ക് വർക്കിംഗ് അവേഴ്സ് 3 ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഇൻഷുറൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ടൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ CV നിങ്ങൾ എന്ത് ചെയ്യണം, CVയും അതിൻ്റെ കൂടെ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി, അതുപോലെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, അത് അവിടെ ഒരു മെയിൽ ID നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഈ മെയിലിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന നിങ്ങൾക്കിവിടെ കാണാം EU@odepc.in എന്ന് പറയുന്ന ഈ മെയിലിലേക്ക് നമുക്ക് അയച്ചു കൊടുക്കണം. ഏപ്രിൽ 5 മുന്നേ നമ്മൾ അയച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഏപ്രിൽ 5 മുന്നേ ഈ മെയിൽ ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് .in എന്ന് പറയുന്ന ഈ മെയിലിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുടെ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഇതിന് നിശ്ചിതമായുള്ള സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. അത് ഗവൺമെൻറ് റൂൾ പ്രകാരമുള്ളൊരു സർവീസ് ചാർജ് വാങ്ങുന്നതായിരിക്കും കേട്ടോ. അത് എത്രയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ജോലിയൊക്കെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ചാർജൊക്കെ ഉണ്ടാവും. ഓക്കെ, എന്തായാലും നമുക്ക് കേരള സർക്കാർ ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയാണ് ഈ പറയുന്ന ഈ ഫോറിൻ കൺട്രീസിലേക്കുള്ള കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ തട്ടിപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഈ വെബ്സൈറ്റ് ത്രൂ ആകുമ്പോൾ നമുക്ക് പേടിക്കാനൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ഫോർ ദിസ് ജോബ് പറഞ്ഞാൽ ഇതിലൂടെയും അപ്ലൈ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് മെയിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അവിടെ അപ്ലൈ ഫോർ ദിസ് ജോബ് എന്നുള്ള ജസ്റ്റ് ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം 2 ബട്ടൺ ഉണ്ട്. ഒന്ന് ന്യൂ യൂസർ, ഒന്ന് എക്സിസ്റ്റിംഗ് യൂസർ എന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് വരിക. ന്യൂ യൂസറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ന്യൂ യൂസറിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങളിവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു ബോട്ടിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക്
റൈറ്റ് സൈഡിൽ ഇവിടെ കാണാൻ പറ്റും. അത് നമ്മളുടെ മൊബൈൽ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോന്ന് നമ്മളോട് ചോദിക്കും. പിന്നെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്താൽ പിന്നെ നമ്മുടെ മെയിൽ ഐ ഡി ചോദിക്കും. അങ്ങനെ മെയിൽ ഐ ഡി അടിച്ചു കൊടുക്കുക. ഓക്കെ, മെയിൽ ഐ ഡിയിലേക്ക് ഒരു OTP അവർ സെൻഡ് ചെയ്യും. ആ OTP നമ്മളിവിടെ അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓരോന്നിനും അനുസരിച്ചിട്ട് നമ്മളിവിടെ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങളെ രജിസ്റ്റേർഡ് മെയിലിലേക്ക് അവരെന്തെങ്കിലും സെൻഡ് ചെയ്ത് തരും. പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ പറയുന്ന ലോഗിൻ ഓപ്ഷൻ വെച്ച് എക്സിസ്റ്റിംഗ് യൂസർ എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ യൂസർ നെയിമും പാസ്വേഡും പാസ്വേഡും നമുക്ക് ആര് സെൻഡ് ചെയ്ത് തരും, നമുക്ക് ഈ പറയുന്ന നമ്മുടെ രജിസ്റ്റേർഡ് മെയിലിലേക്ക് അവർ സെൻഡ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് സെൻഡ് ചെയ്ത് തരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പറയുന്ന ബോട്ട് ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ സൈറ്റിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ആ ബോട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്. സ്റ്റാർട്ടിംഗ് രജിസ്ട്രേഷൻ നമ്മൾ നടത്തേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ നടത്തേണ്ടതെന്നൊക്കെ വിശദമായിട്ടുള്ള വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതിലെങ്ങനെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുക, അപ്ലൈ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി, ഇതിലേക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന മെയിലിലേക്ക് നിങ്ങളുടെ ലേറ്റസ്റ്റ് CV എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രത്യേകമായിട്ട് ഒരു CV-യുടെ ഫോർമാറ്റ്, ഇപ്പോൾ നമ്മൾ ഈ ന്യൂ യൂസറിന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവരൊരു CV-യുടെ ഫോർമാറ്റ് നമുക്ക് തരുന്നുണ്ട്. ഇവിടെ കാണാം ക്ലിക്ക് ഹിയർ ഫോർ, നമുക്ക് ജസ്റ്റ് ഞാൻ ക്ലോസ് ചെയ്യട്ടെ. ഇവിടെ കാണാം CV-യുടെ ഫോർമാറ്റ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് CV ഡൗൺലോഡ് ആവും. ഓക്കെ, ഇതാണ് ആ CV-യുടെ ഫോർമാറ്റ്. അപ്പോൾ നിങ്ങൾക്ക് അതിന് ഈ CV എടുത്തിട്ട് ഇതിൽ നിങ്ങൾ ഫോട്ടോ ഒക്കെ ഇൻസേർട്ട് ചെയ്ത് ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സിമ്പിളായൊരു CV നിങ്ങൾക്ക് ഇതിൽ തന്നെ ഉണ്ടാക്കാം, ഇവരുടെ സെയിം ഫോർമാറ്റിൽ. എന്നിട്ട് അത് അയച്ചു കൊടുത്താലും മതി കേട്ടോ. ആ രീതിയിൽ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഈ പറയുന്ന എന്താണ് April 5 ആണെന്നുള്ള ഡേറ്റ് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അങ്ങനെ മെയിൽ വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ തൽക്കാലം ഇനി ഇതിലേക്ക് എങ്ങനെയാണ് നമ്മൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ചെയ്ത് കാണിക്കണമെങ്കിൽ, വീഡിയോ കാണിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. കൂടുതലായിട്ട് ആവശ്യക്കാരുണ്ട് മാത്രം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ടും ഗവൺമെൻറ് ജോലി, സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യാറ്. ഗൾഫ് ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫോറിൻ ജോലിയുമായി ബന്ധപ്പെട്ട് ചെയ്യാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ഒരു നോട്ടിഫിക്കേഷനാണ്. നോട്ടിഫിക്കേഷൻ ഇതാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പബ്ലിഷ് ചെയ്തിരിക്കുന്നത് March 16 അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ക്ലർക്ക്. ഇതിലേക്ക് ഒരു വേക്കൻസിയാണ്. BCom or MCom ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അറ്റ്ലീസ്റ്റ് യുവർ എക്സ്പീരിയൻസ് വേണം കേട്ടോ. സാലറി 25,000 മുതൽ 30,000 പെർ മന്ത് ലഭിക്കുക. കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ഒരു വേക്കൻസിയാണ്. ഗ്രാജുവേഷൻ വിത്ത് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. നമുക്ക് എന്താണ് ഈ പറയുന്ന ഏതെങ്കിലും വിഷയത്തിലുള്ള ഗ്രാജുവേഷനും അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലുള്ള ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ BC ഒക്കെ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിലും അപ്ലൈ ചെയ്യാം. കാരണം നിങ്ങൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിച്ച് അങ്ങനെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഗ്രാജുവേഷൻ ഉള്ളവർക്കൊക്കെ ആണെങ്കിലും ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. 2 വർഷം എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് 20,000 to 25,000 പെർ മന്ത് സാലറി ലഭിക്കുക. പിന്നെ അടുത്ത് വന്നിരിക്കുന്ന മെസ്സഞ്ചർ ഓർ പ്യൂൺ ആണ്. ഇതിൽ എനിക്കൊരു വേക്കൻസി തന്നെയാണ്. ഇതിൽ +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ഇതിലേക്ക് എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം കേട്ടോ. നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. 10,000 to 15,000 അതിന് മന്ത്ലി നമുക്ക് ലഭിക്കുക. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പോസ്റ്റിംഗ് ഒക്കെ കരാറടിസ്ഥാനത്തിലുള്ള പോസ്റ്റാണ്. 1 വർഷത്തേക്കാണ് നമ്മൾ നിയമിക്കുന്നത്. വീണ്ടും അത് പ്രൊജക്റ്റിനതൊക്കെ അനുസരിച്ച് അതെന്ത് ചെയ്യാം, അത് ഡിപ്പെൻഡ്സ് ഓൺ അതെന്താണ് ആവശ്യം, അവർക്ക് നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് നിശ്ചിതമായുള്ള പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷനൊക്കെ അനുസരിച്ചായിരിക്കും. അപ്പോൾ അത് കൂടുകയാണെങ്കിൽ അനുസരിച്ച് നമ്മുടെ പെർഫോമൻസിനൊക്കെ അനുസരിച്ച് അത് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ആപ്ലിക്കേഷൻ ഫോം ഞാൻ കാണിക്കാം. ആ ആപ്ലിക്കേഷൻ ഫോമും അതിൻ്റെ കൂടെ നിങ്ങൾ എന്താ ലേറ്റസ്റ്റ് ആയിട്ടുള്ള CV നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ വെക്കണം. പിന്നെ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ എന്ത് ചെയ്യുക, ഫോട്ടോസ്റ്റാറ്റ് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ കൂടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 16/4/2024 5 മണിക്ക് മുൻപായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പോസ്റ്റലായിട്ട് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. ഇനി പോസ്റ്റലായിട്ടുള്ള ഡിലേ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്താ അവിടെ മെയിൽ ID കൊടുത്തിട്ടുണ്ട്. മെയിൽ IDയിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ പോസ്റ്റലായിട്ടും അയച്ചു കൊടുക്കുക, അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മെയിൽ IDയിലേക്കും അയച്ചു കൊടുക്കുക എന്നുള്ള പ്രത്യേകത. ഇവിടെ മെയിൽ ID ഉണ്ട്. മെയിൽ IDയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ ആയിരിക്കും. അപ്പോൾ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷനൊക്കെ നിങ്ങൾ ഇമെയിൽ വഴിയായിരിക്കും അവർ അറിയിക്കുന്നത് കേട്ടോ, അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാനുള്ള മൊബൈൽ നമ്പറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് കേട്ടോ. 10:15-ൻ്റെയും 5:15-ൻ്റെ ഇടയിലായിരിക്കണം വിളിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ വിളിക്കാം. ഇനി ഇതിൽ പോസ്റ്റലായിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ എന്താണ് ഇതിൻ്റെ അഡ്രസ്സ് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. താഴെ ഉണ്ട് കേട്ടോ അഡ്രസ്സ്. ഇവിടെ ഈ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുത്താൽ മതി നിങ്ങൾ കേട്ടോ, പിൻകോഡ് സഹിതം. ഓക്കെ, പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിലായിട്ട് അയച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു. അതിൻ്റെ അപ്ലിക്കേഷൻ ഫോമാണ് ഇനി കാണിക്കുന്നത് കേട്ടോ. ഇതാണ് അപ്ലിക്കേഷൻ ഫോം, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഈ ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ബേസിക് കാര്യങ്ങളാണ്, അത് ഫില്ല് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് CV വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക. ഇനി നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് അയച്ചു കൊടുത്താൽ ഡിലേ ആകുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഉടൻ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ മെയിലിലേക്ക് ഇത് സ്കാൻ ചെയ്തിട്ട് മെയിലിലേക്ക് അയച്ചു കൊടുക്കുക കേട്ടോ. പറഞ്ഞിരിക്കുന്ന മെയിലിലേക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഫോമും എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ തരാം കേട്ടോ. ഓരോന്നും പോസ്റ്റ് വൈസ് നമുക്കിതിൻ്റെ പേര് ഈ പറയുന്ന നിങ്ങൾക്കാണ് ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് അതിന് നേരെ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫോം കാര്യങ്ങളൊക്കെ തരാം കേട്ടോ. ഓരോന്നിൻ്റെയും
ഇനി നമ്മൾ അടുത്തത് റീജിയണൽ ക്യാൻസർ സെൻ്ററിൻ്റെ ഒരു നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. ഇതിലും നമുക്ക് കരാർ എഡ്സൻറ്റ് തന്നെ 19/3/2024. അപ്പോൾ ഇതിലേക്ക് ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഓഫീസ് സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഗ്രാജുവേഷൻ ആണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊരു ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാം. കമ്പ്യൂട്ടറിലുള്ള ഒരു നോളജ് ഉണ്ടായിരിക്കണം. പിന്നെ ഒരു 1 ഇയർ എക്സ്പീരിയൻസ്, നമുക്ക് ഹോസ്പിറ്റൽ വർക്കിലുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ 179 ദിവസത്തേക്കാണ് നിയമനം ഉണ്ടായിരിക്കുക. 15,000 പെർ മന്ത് നമുക്ക് ലഭിക്കുക. 36 വയസ്സ് കൂടാൻ പാടില്ല. ഏജ് 1/1/2024 കണക്കാക്കിയിട്ടാണ് കേട്ടോ. പിന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. SC/ST OBC ഒക്കെ ആണെങ്കിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെയും അപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെയാണ് അപ്ലിക്കേഷൻ ഫോം കേട്ടോ. ഇതിന് താഴെ ഫോം, ഇത് നിങ്ങൾ പ്രിൻ്റ് എടുക്കുക, എന്നിട്ട് ഇത് ഫില്ല് ചെയ്യുക. അത് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ ഫോട്ടോ ഒക്കെ ഒട്ടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സെൽഫ് അറ്റസ്റ്റഡ് ആയുള്ള നിങ്ങളുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അതിൻ്റെ കൂടെ വെച്ചിട്ട് ഇതാണ് അഡ്രസ്സ് കേട്ടോ. ഈ ഒരു അഡ്രസ്സിലേക്ക് 4/4/2024 ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അയച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ കൂടെ വേണ്ടത് വെച്ചാൽ, ഒന്ന് നമ്മുടെ SSLC പ്രൂഫ് ഓഫ് ഏജിന് നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ് വേണം. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ നമ്മുടെ CV ഓർ ബയോഡാറ്റ വേണം. പിന്നെ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന CV അല്ലെങ്കിൽ ബയോഡാറ്റ, ഈ ആപ്ലിക്കേഷൻ ഫോം ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിനൊന്നും യാതൊരുവിധ അപേക്ഷാ ഫീസോ കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ നമ്മുടെ ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ഏജ് നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, ഏജ് നമുക്കിതിലുണ്ടോ നോക്കട്ടെ, ഞാൻ വിട്ടുപോയതാണ്. പിന്നെ നമ്മുടെ ഈ പറയുന്ന ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയിൽ ഈ പറഞ്ഞിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ നമുക്ക് ഏജ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ആർക്കുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാന്നുള്ളത് മനസ്സിലാക്കാം. കാരണം പ്രത്യേക ഏജ് ഒന്നും ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കാരണം അപേക്ഷാ ഫീസോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ മെയിൽ വഴി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതാണ് മെയിൽ, ഇവിടെ ഞാൻ വീണ്ടും കാണിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞത്. ഇനി ലാസ്റ്റ് ഇപ്പം നമ്മുടെ മെട്രോയുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പം നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ലിസ്റ്റാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് എന്ന് പബ്ലിഷ് ചെയ്താണെന്ന് വെബ്സൈറ്റിൽ പറഞ്ഞിട്ടൊന്നുമില്ല. 2022-23 ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. ഓക്കെ, അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ ഞാൻ ഇവിടെ കാണിക്കാം നിങ്ങൾക്ക്. ഓക്കെ, 21/3/2023 21/2/2023 ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റ് നിങ്ങൾക്കൂടെ കാണാം. ബോട്ട് ഓപ്പറേഷൻ ട്രെയിനി മെയിൽ ആൻഡ് ഫീമെയിൽ 50 വേക്കൻസിയാണ് അതിലുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഈ റാങ്ക് ലിസ്റ്റ് ഒന്ന് പരിശോധിക്കുക കേട്ടോ. നിങ്ങൾ ഇതിലേക്കുണ്ട്, ഞാൻ ജസ്റ്റ് ഇതിൽ റാങ്ക് ലിസ്റ്റ് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിൻ്റെ ചാനലൊക്കെ ഉണ്ട്, അതിലൊക്കെ ഇടാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മാത്രമല്ല വേറെ ഉണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫ്ലീറ്റ് മാനേജർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂ നടന്ന ഡേറ്റ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, 14/6/2023. പിന്നെ ഫ്ലീറ്റ് മാനേജർ മെയിൻ്റെനൻസ് ഉണ്ട്. പിന്നെ ഫിറ്റർ മെക്കാനിക്കലിൻ്റെ ഉണ്ട്. പിന്നെ ഫിറ്റർ FRP ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ബോട്ട് ഓപ്പറേഷൻ ട്രെയിനിൻ്റെ ഉണ്ട് കേട്ടോ. 28/4 അതിൻ്റെ റിട്ടേൺ ടെസ്റ്റ് നടന്നിരുന്നത്. അപ്പോൾ അതിലേക്ക് 50 വേക്കൻസി ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 50 വരെയുള്ളവർ എന്താണ് ലിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ഒരു 51 മുതൽ 77 വരെ വെയിറ്റിംഗ് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക, എന്താണ് അതിൻ്റെ കാര്യങ്ങൾ മെയിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഇതിന് ബോട്ട് അസിസ്റ്റൻറ്റിൻ്റെ വേറെ വന്നിട്ടുണ്ട്. ബോട്ട് ഓപ്പറേറ്റർ വേറെ വന്നിട്ടുണ്ട്. പിന്നെ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ വന്നിട്ടുണ്ട്. ഓക്കെ, അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ അസിസ്റ്റൻറ്റ് ഫൈനാൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും മെയിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ മാനേജർ വന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, പിന്നെ മാനേജർ HR. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഏകദേശം ഒരു 13 പേജ് വരുന്നുണ്ട്. ഇത് നമ്മുടെ ഗ്രൂപ്പിലോ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ എവിടെയെങ്കിലുമൊക്കെ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും മെയിലോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. പിന്നെ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ISROയുടെ എക്സാം വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ April 18 എക്സാം വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് April 18 കേട്ടോ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറഞ്ഞാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ചാനലിൽ കയറിയിട്ട് നിങ്ങൾക്ക് അവിടെ സ്റ്റഡി മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്താൽ ഇല്ലേ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ എന്താണ് ഡിസ്ക്രിപ്ഷനിൽ സ്റ്റഡി മെറ്റീരിയൽസ് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ കീയാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ കൊടുക്കുന്നത്. ഇനി ഭാവിയിൽ നമ്മൾ കറക്റ്റ് സ്റ്റഡി മെറ്റീരിയലൊക്കെ നമ്മൾ കൊണ്ടുവരണം പതുക്കെ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവിധ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ടെക്നീഷ്യൻ ആണെങ്കിലും അങ്ങനെ വിവിധ പോസ്റ്റിൻ്റെ എന്താണ് ക്വസ്റ്റ്യൻസ് ആൻസർ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നിശ്ചയമായ ഒരു സർവീസ് ചാർജ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. അതോടൊപ്പം നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ നമ്മുടെ ഇൻസ്റ്റ അതുപോലെ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു.